അത് ആ പ്രദേശത്താകെ ബാധിക്കുന്ന നിലയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആകാശ മാർഗം നോക്കുമ്പോൾ ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് വളരെ അകലെയല്ലാതെയാണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ മുഴുവൻ മേഖലയിലും അത് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സമീപ രാജ്യങ്ങളിലേക്ക് ആണവ വികിരണം ഉണ്ടാകും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൻ്റെ ഒരു നാശത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടാകും. അവിടെ അമേരിക്കയും ഇസ്രയേലും കൈകഴുകി പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ നയതന്ത്ര വിദഗ്ധർ അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. യുദ്ധം ഒരുപക്ഷെ ആത്യന്തികമായി കെടുതി ഉണ്ടാക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലാണ്, അവിടുത്തെ രാജ്യങ്ങൾക്കാണ്. അവിടെ സുന്നി ഷിയ തർക്കങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഈ രാജ്യങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന നിലയിലേക്ക് ഈ യുദ്ധം കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യക്കാർക്കും കേരളീയർക്കും ഒക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ധാരാളം ജനങ്ങൾ, നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെ കഴിയുന്നുണ്ട്, ജോലിയെടുക്കുന്നുണ്ട്, പല ആവശ്യങ്ങളുമായി അവിടെ എത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ചയും അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്കുണ്ടാകുന്ന കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെ അവരുടെ സാമ്പത്തിക നട്ടലിനെ തകർക്കുന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാപ്കോയ്ക്ക് നേരെയും ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. സിത്ര ഐലൻഡിലെ റിഫൈനറിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഇറാൻ കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുമെന്ന ഇറാൻ്റെ തന്നെ മുന്നറിയിപ്പ്. അത് IRGSൻ്റെ മുന്നറിയിപ്പ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കുവൈറ്റിലേക്കൊക്കെ നിരവധി തവണയാണ് അക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒറാക്കിളിൻ്റെ ആസ്ഥാനത്തിന് നേരെ അല്ലെങ്കിൽ അവരുടെ ഓഫീസിന് നേരെയൊക്കെ തന്നെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പ്ലാന്റുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. സ്റ്റീൽ പ്ലാന്റുകളും അലുമിനിയം പ്ലാന്റുകളും മറ്റ് റിഫൈനറീസുകളും ഒക്കെ തന്നെ ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് പോകുന്നു. തീർച്ചയായും ശരി. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാന്റെ പ്രധാന ആണവ നിലയമായ ബുഷഹർ ശനിയാഴ്ച US-ഉം ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. GCC രാജ്യങ്ങളെ വികിരണം ബാധിക്കും, റേഡിയോ ആക്റ്റീവ് മലിനീകരണ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒരു സൈനികൻ മരിച്ചു, 198 തൊഴിലാളികൾ ഒഴിപ്പിച്ചു, നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നത് ആണവ ചോർച്ച ഉണ്ടാകാൻ ഇടയാക്കുമെന്നാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. മാത്രമല്ല GCC രാഷ്ട്രങ്ങളിലെ ജനതയെയും തകർത്ത് കളയുമെന്നും പറയുന്നു. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ഇത് ബാധിക്കുന്നത് കുവൈറ്റ്, ബഹറിൻ, ഖത്തർ